ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എല്ലാവരും കൂടി റെഡിയായി ഭയങ്കര ഹാപ്പി ആയിട്ടൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും ഒരു കിളീനെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി കിടന്ന് പറയുന്നു. അപ്പോൾ സ്കൂൾ അടച്ചു, വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തത്തമ്മേനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ 2 മാസം പ്രായമുള്ളൊരു നാടൻ തത്തമ്മേനെയാട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ പറക്കാനൊന്നും പറ്റില്ല, ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെയായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞി തത്തമ്മയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഫുഡൊന്നും തന്നെ കഴിക്കില്ല കേട്ടോ, ഹാൻഡ് ഫീഡിങ് ആണ് അതിന് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു രാവിലെ പോയിട്ട് അങ്ങനെ തത്തമ്മേനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിളീനോട് അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പൂച്ചയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പിന്നെ വേറൊരു മൃഗത്തിനെ അങ്ങനെ വളർത്തിയും നോക്കിയും ശീലമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു സംഭവം ഒരു ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ കിളീനെ നോക്കേണ്ടത് കേട്ടോ കുറച്ച് നാളത്തേക്ക്. ഈ ഹാസിം എന്താക്കുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ പിള്ളേരും എല്ലാവരും കൂടി വന്നിട്ട് ആകെ ജഗബൊഗയാണ്. കിളിയുടെ ആയുസ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഹാസിം അതിൻ്റെ ചുറ്റിപ്പറ്റി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താവും അറിയില്ല. അതിനെ ബോക്സിലാക്കിയതിന് ശേഷം ആ ബോക്സേപ്പാട് കുറേ നേരം ഹാസിം കൊണ്ടുകിടന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയെടുത്തിട്ട് അലമാരിയുടെ മുകളിൽ ഏറ്റവും പൊക്കത്താണ് കേട്ടോ വെച്ചേക്കണേ, ഹാസിമിൻ്റെ കയ്യെത്താത്ത രീതിയിൽ. അപ്പോൾ അതിനൊട്ടും അനങ്ങാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര കുഞ്ഞി പാരറ്റാണ്. ഞാൻ ഇതുവരെ ഇത്ര ഉള്ളതിനിങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് നമുക്കൊരു അടിപൊളി നോമ്പ് ഉണ്ട്. നമ്മുടെ ആലുവ അസോസിയേഷൻ അരോമ എന്ന് പറയും, അവിടുത്തെ നോമ്പ് പറയും കാര്യങ്ങളൊക്കെ ഇന്ന് ഇഫ്താർ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ വൈകിട്ട് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ തത്തമ്മയൊക്കെ ആയിട്ടത് ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാസിം ഡബിൾ ഹാപ്പി. അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഹംദാനും ഇക്കായും തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അതിനൊരു സിറിഞ്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചെറിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ സെർലാക്കൊക്കെ കൊടുക്കൂലേ കുഞ്ഞുങ്ങൾക്ക്, അതേപോലെ മിക്സ് ചെയ്തിട്ട് സിറിഞ്ചിലാക്കിയിട്ട് അങ്ങനെ വായിലൊഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഹംദാൻ കൊടുക്കുന്നൊരു വീഡിയോ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം 3 തവണയായിട്ടാണ് കേട്ടോ കൊടുക്കണേ. അത് മൂപ്പർക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. കിളികൾ, പിന്നെ ചെടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ടാബിൻ്റെ അകത്തു നിന്നൊക്കെ ഒരു റെസ്റ്റ് കിട്ടുമല്ലോ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ കുറച്ച് നേരം അതിൻ്റെയൊക്കെ പുറകെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണി 4:30 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാർജയിലുള്ള ലാവൻഡർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള പരിപാടിയായിരുന്നു. എന്താണെന്നറിയില്ല, പതിവില്ലാതെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മളെത്തി. നല്ല വലിയ ഹോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ നോമ്പ് തുറക്കാൻ പോയപ്പോൾ, അവളുടെ ഹസ്ബൻഡ് അവിടെ അതിലെ കോർഡിനേറ്ററും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആൾ ഞങ്ങളുടെ അടുത്ത് എന്തായാലും എത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്ക ഓൾറെഡി മറന്നിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഓർക്കുമല്ലോ, കാരണം നമുക്കൊന്ന് കിച്ചണിൽ കയറണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് നോമ്പ് തുറ കണ്ടിട്ടാ മറക്കരുതെന്ന് ഒരു 3-4-5 പ്രാവശ്യം അങ്ങനെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെപ്പോഴും മറന്നു കേട്ടോ ഓരോ തിരക്കായിട്ട്. അങ്ങനെ നമ്മൾ നേരത്തെ എത്തി, വളരെ പീസ്ഫുള്ളായിട്ട്. കാരണം വേറൊന്നുമല്ല, ഹാസിം ഉറങ്ങിയിരുന്നു കേട്ടോ. ചെന്നപ്പോൾ കുറേ നേരം സമാധാനമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കാൻ പറ്റി. കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെയും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ നല്ല സ്പേസുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ അകത്തായതുകൊണ്ട് ബാങ്കും കാര്യങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മളുടെ കെനോൺ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ നോമ്പ് തുറക്കണത്. ഇക്ക പണ്ടൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഇങ്ങനത്തെ അരോമയുടെ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെ കൂടുതലും പിടിക്കലും ഒക്കെ വളരെ കുറവാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചിഞ്ചുവും സ്വഭാവം ഫാമിലി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മയുടെ കുറേ കസിൻസും ആൾക്കാരൊക്കെ ഉണ്ട്. ആലുവ അസോസിയേഷൻ ആണല്ലോ, അപ്പോൾ അവരെല്ലാവരെയും ഒക്കെ കണ്ടു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നോമ്പൊക്കെ തുറന്നു. എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ അവിടെ എല്ലാം. ഒരുപാട് ഹെവി ഫുഡുകളൊന്നും അല്ലാതെ നോർമലാണെന്നാൽ നല്ല രീതിയിൽ തന്നെ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ഡിഷും കാര്യങ്ങളും ഒന്നും പറയാനില്ല, അത്ര
അത്ര ടേസ്റ്റായിട്ട് ഉള്ള ഫുഡുകളായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നോമ്പ് തുറയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ സ്വാഗത പ്രസംഗം, ആശംസാ പ്രസംഗം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. റമദാനെ പറ്റിയിട്ടുള്ള ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ അരോമയുടെ പ്രസിഡൻറ്റ് ആ ടൈമിൽ USA അപ്പോൾ അവിടെ നിന്നൊരു ലൈവ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആളുടെ. നൽകാൻ സാധിക്കേണ്ടത് അത്തരം കർമ്മങ്ങളാണ്. രോഗികൾക്ക്, വിശക്കുന്നവർക്ക്, കിടപ്പാടമില്ലാത്തവർക്ക്, ഉടുതുണിയില്ലാത്തവർക്ക്, വിദ്യാഭ്യാസത്തിന് വകയില്ലാത്തവർക്ക് അത് വക കാണിച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ. ഇഫ്താർ സംഗമത്തിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ അരോമയുടെ പ്രവർത്തനങ്ങളിൽ എന്നും ഭാഗവാക്കാവുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 23 വർഷക്കാലത്തെ അരോമയുടെ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ മുൻകാല കമ്മിറ്റികൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കമ്മിറ്റി ചാർജ് എടുത്തിട്ട് 1 മാസം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും കഴിയാവുന്ന ഒരുപാട് ചാരിറ്റി റിക്വസ്റ്റുകൾ അരോമയ്ക്ക് വരുന്നുണ്ട്. അരോമ ഒരെണ്ണം പോലും അത് ഉപേക്ഷ കാണിക്കാറില്ല. എല്ലാം തന്നെ ഒരു 3-4 പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ വിശന്ന് തുടങ്ങിയിരുന്നു. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ലാവിഷൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ എല്ലാം പാകത്തിന് ഉണ്ടായിരുന്നു താനും. ലേഡീസിന് ഒരു സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജെൻസിനും അങ്ങനെയായിട്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. ബൊഫേ ആയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാലഡ് ആയാലും മെയിൻ ഫുഡായാലും ഡെസേർട്ടായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഹാസിമ എണീറ്റിട്ടുണ്ടായിരുന്നു. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ഹോളിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുമല്ലോ, വേറെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ തന്നെ. എന്നാലും ചിഞ്ചുവിൻ്റെ മോളും പിന്നെ അംദാന ഹാറൂനും ഒക്കെ ആയിട്ട് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഇക്ക ഫുഡ് കഴിക്കാനിരുന്നു, അത് കഴിഞ്ഞ് പുറകെ ഞാനും ഇരുന്നു കേട്ടോ. അങ്ങനെ ഹാസിമിനും ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്ത് അങ്ങനെ പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 8:45-9 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് അരോമയുടെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ തത്തമ്മയൊന്ന് നോക്കിയതാണ് കേട്ടോ. മൂപ്പര് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്കതിനെ കണ്ടിട്ട് ഒരു ആരോഗ്യമില്ലാത്ത പോലെ ഫീൽ ചെയ്യൂട്ടോ എപ്പോഴും. ആളിങ്ങനെ ഒരു തൂങ്ങിപ്പിടിച്ച അവസ്ഥ. ഇത്രയും കുഞ്ഞിനെ ഞാനിങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല, ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങി മൂടിക്കിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെയുള്ള സെൻട്രൽ കേരള ഗ്രൂപ്പിൻ്റെ ഇഫ്താർ പാർട്ടി വെച്ചിരുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങിയുള്ള ക്ലൈമറ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുകയും ചെയ്തു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്ലൈമറ്റ് ഒരുവിധം സെറ്റായിട്ടാണ്. ചെറിയൊരു ചാറലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹാസിമ ഓറഞ്ച് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെടുത്ത് ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ ആണ് കേട്ടോ അത്. എന്ത് കിട്ടിയാലും കണ്ണ് തെറ്റിയ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് എടുത്തിടും, അതാണ് അവസ്ഥ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തസ്ജീലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഞാനാണ് അവിടെ ഫസ്റ്റ് ചെന്ന ആൾ. കാരണം അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഈ സുഹൂർ ഗ്യാതറിംഗ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ലൈറ്റും കാര്യങ്ങളൊന്നും അഴിച്ചെടുക്കാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ എനിക്കിവിടെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുമോ, കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം സെയിം ഇവിടെ ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചാടിക്കടന്നകത്തേക്ക് കയറി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ അടിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാമല്ലോ. ക്യാരറ്റിൻ്റെയും കസ്റ്റാർഡിൻ്റെയും ജ്യൂസാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫുഡ് കൊണ്ടുവരാം, സ്നാക്സ് ഓർഡർ ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്സ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത്രയും ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് 2 ലിറ്റർ പാല്, 1 കിലോ ക്യാരറ്റൊക്കെ വെച്ചിട്ട് വലിയ ചെമ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് സംഭവം. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രമാണെന്ന് വിചാരിച്ചെടുത്തതിന് അടി കട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കസ്റ്റാർഡ് ആയതുകൊണ്ട് അടിയിൽ പിടിച്ചിട്ട് നല്ലൊരു പുകച്ചോ വന്നിട്ടോ. ഞാൻ അടിയിൽ പിടിച്ചത് അറിഞ്ഞ ഉടനെ മാറ്റുകയും ചെയ്തെങ്കിലും സംഭവം ഒരു പുകച്ചോവയായി. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെർവ് ചെയ്തിട്ടില്ല. സംഭവം ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഞാൻ വിചാരിച്ചു വേണ്ട,
അത്യാവശ്യം മാഷാ അല്ലാ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് എല്ലാം ഉണ്ട്, നന്നായിട്ട് ഉണ്ടായിരുന്നു ഫുഡുകൾ. ഓറഞ്ച് ജ്യൂസുകൾ വേറെയും എക്സ്ട്രാ ഉണ്ടായിരുന്നു, മുന്തിരി ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഞാനത് എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എനിക്കത് ഫ്ലോപ്പായാൽ ഭയങ്കര വിഷമമായിരുന്നു, പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമവും. സ്നാക്സ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു വഴിക്ക് ചിന്തിച്ചുമില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ അപ്പോഴത്തേനും എല്ലാവരും മാഷാ അല്ലാ എത്തിയിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 150-160 ആൾക്കാരോളം ഉണ്ട്. എറണാകുളം ജില്ല, കോട്ടയം, തൃശ്ശൂർ ഇവരുടെയൊക്കെ ഒരു മീറ്റപ്പാണ് കേട്ടോ ഇത്, സെൻട്രൽ കേരള. പക്ഷേ 160 പേര് എല്ലാവരും കൂടി പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഗ്രൂപ്പിൽ ഇത്രയും പേരാണ് വരാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ഏരിയയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പാകത്തിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ്. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും കൂടിയിട്ട് വാങ്ങി കൊടുത്തപ്പോൾ നോമ്പ് തുറന്നു. അപ്പോൾ സ്നാക്സ് ഇപ്പോഴല്ല കേട്ടോ, നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. മെയിൻ ഫുഡും കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു ഗ്യാതറിങ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ 2-3 പേര് സാലഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളും എല്ലാ ഐറ്റംസും അൽഹംദുലില്ലാ നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ഫ്ലോപ്പായല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലിപ്പോഴും ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോഴും എനിക്കുണ്ട്, നമ്മളങ്ങനെ പോക്കില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അത് പിന്നെ ആ ജ്യൂസ് എനിക്ക് കളയേണ്ട വന്നില്ല കേട്ടോ, അത് വേസ്റ്റ് ആവാതെ ഞാൻ യൂസ് ചെയ്തു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പാർക്കിൽ വന്നപ്പോഴും ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പോഴും എനിക്ക് നല്ലൊരു പുകച്ചയുടെ സ്മെല്ല് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് അടച്ചു വെക്കുകയും ചെയ്തിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു ഇത് സെർവ് ചെയ്യണ്ട എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഒരു രസം ഉണ്ടായത്, ഇതിൻ്റെ കുറച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കും പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഇക്കാനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല, ഞാൻ 2 ഗ്ലാസ് കുടിച്ചു, സെയിം ഇത്രയും ദിവസം ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു എന്ന് ആൾ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഹാറുവിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഉമ്മി പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടോ. പീനട്ട് ബട്ടറിന് വേറൊരു ടേസ്റ്റാണല്ലോ, അത് പുകച്ചവയായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന പാടെ ഫ്രീസറിലേക്ക് വെച്ചിട്ടാണ്. ബാക്കി എന്താ ഉണ്ടായെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സിലെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ സർപ്രൈസായിട്ട് അങ്ങനെ കേക്ക് ആൾ തന്നെ കൊണ്ടുവന്ന്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ച നല്ല കേക്കായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കഴിച്ച് ഒരു 8:30 ആയി കഴിഞ്ഞപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി വന്നതൊക്കെ നമ്മൾ ഓരോരുത്തർ പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതൊക്കെ പാക്ക് ചെയ്തെടുത്തു. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി അങ്ങനെ നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോന്നു. അപ്പം ഞങ്ങളുടെ 2 ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസത്തെ വീഡിയോ മാത്രമാണെങ്കിൽ അതിൽ ഒന്നുമില്ല കേട്ടോ, ഒരു 5-6 സെക്കൻഡിൽ 5-6 മിനിറ്റിൽ ആ വീഡിയോ തീരും. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.